കേരള സാഹിത്യ സംഗമവേദി ജില്ലാ കമ്മിറ്റി കവി രാമകൃഷ്ണൻ രശ്മി സദനം അനുസ്മരണവും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ സംസ്ഥാനതല കവിതാ പുരസ്കാര വിതരണവും നടത്തി. ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ യോഗം കേരള സാഹിത്യ സംഗമവേദി സംസ്ഥാന പ്രസിഡന്റ് അജികുമാർ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കേരള സാഹിത്യ സംഗമവേദി ജില്ലാ കമ്മിറ്റി കവി രാമകൃഷ്ണൻ രശ്മി സദനം അനുസ്മരണവും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ സംസ്ഥാനതല കവിതാ പുരസ്കാര വിതരണവും നടന്നു. ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ യോഗം കേരള സാഹിത്യ സംഗമവേദി സംസ്ഥാന പ്രസിഡന്റ് അജികുമാർ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വാചാലമാകാനില്ല. രാമകൃഷ്ണന്റെ പുസ്തകത്തിന്റെ പേരാണ് വിട്ടുപോയ അക്ഷരം. അത്തരത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയ ഒരക്ഷരത്തെ തപ്പുകയാണ്, അന്വേഷിക്കുകയാണ് നമ്മൾ. ഒരു തോൾബാഗിൽ സിബ് ഒരിക്കലും മറക്കാത്ത തോൾബാഗിൽ നിറയെ ടിക്കറ്റും അതിലധികം തുണ്ടുകടലാസുകളിൽ കവിതയുമായി കവിതയെ അത്രയേറെ നെഞ്ചിലേറ്റിയ ഒരു മനുഷ്യൻ ഈ തിരുവോരങ്ങളിൽ എന്നെയും നിങ്ങളെയും ഇപ്പോൾ ഒന്നിച്ചു കൂട്ടുന്നതും കവിതയാണ്. കവി രാമകൃഷ്ണന്റെ പത്നി ലക്ഷ്മി ഭദ്രദീപം കൊളുത്തി. സ്വാഗത സംഘം ചെയർപേഴ്സൺ പുഷ്പ കുളവേൽ അധ്യക്ഷത വഹിച്ചു. സബരിയ പുരസ്കാര ജേതാവ് MK ഗോപകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് പുരസ്കാര വിതരണം നടത്തി. പ്രധാന പുരസ്കാരം CS രാജേഷ് ആലപ്പുഴയും ജൂറി പുരസ്കാരങ്ങൾ ദീപ്നാദാസ് അണ്ടല്ലൂർ കണ്ണൂർ, പത്മരാജ് എരവിൽ, TH പ്രശാന്തി നീലേശ്വരം, സിരു ചെന്തലോട് വയനാട്, PA അനീഷ് തൃശൂർ എന്നിവരും ഏറ്റുവാങ്ങി. 10,001 രൂപ ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതായിരുന്നു അവാർഡ്. 88 അപേക്ഷകളിൽ നിന്നാണ് പുരസ്കാര ജേതാക്കളെ കണ്ടെത്തിയത്. ജൂറി ചെയർമാൻ ഡോക്ടർ മുഞ്ഞനാട് പത്മകുമാർ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി. കവി കുരിപ്പുഴ ശ്രീകുമാർ, സാഹിത്യകാരൻ നാലപ്പാടം പത്മനാഭൻ, സാഹിത്യ സംഗമവേദി സംസ്ഥാന സെക്രട്ടറി ഹനീഫ് പതിയായിരിൽ, സംസ്ഥാന ജനറൽ കൺവീനർ രാജേഷ് ശ്രീധർ, നാടക പ്രവർത്തകർ പത്മനാഭൻ ബ്ലാത്തൂർ, സാഹിത്യകാരി ഫരീന കോട്ടപ്പുറം, മാധ്യമപ്രവർത്തകൻ പെരിങ്ങോം ഹാരിസ്, അധ്യാപകൻ അനീഷ് വെങ്ങാട്ട്, എഴുത്തുകാരായ R ദീപ, ഉഷാകുമാരി കോന്നി എന്നിവർ സംസാരിച്ചു. കേരള സാഹിത്യ സംഗമവേദി ജില്ലാ സെക്രട്ടറി ഷാജു ബാനം സ്വാഗതവും ട്രഷറർ പ്രശാന്തി നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ഉപഹാര വിതരണവും കവിയരങ്ങ്, നാടൻ പാട്ടുകൾ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.